ഹായ് മക്കളെ, എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ഇംഗ്ലീഷ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമായും ചോദ്യപേപ്പറിൽ 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അതിൽ തന്നെ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ചോയ്സ് ഇല്ലതാൻ. നമ്മുടെ മാർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ 1 മാർക്കിന്റെ ചോദ്യങ്ങളെ എങ്ങനെ സ്വന്തമാക്കാം എന്നാണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ആ 1 മാർക്ക് ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 35 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഗ്രാമർ ചോദ്യങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ലെസൺ വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1 മാർക്കിന്റെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ നിന്ന് 1-2 വരികൾ തന്ന് അതിൽ നിന്ന് നേരിട്ട് ചോദ്യങ്ങളായിരിക്കും ആദ്യത്തെ 8 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. When I would get tired of playing, I would sit next to him and observe the people he was speaking and listening to their conversation. ഞാൻ വളരെ കളിച്ച് ക്ഷീണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ടരികിൽ ചെന്നിരിക്കുകയും അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത് ഹു ആർ ദ ഐ ആൻഡ് ഹി മെൻഷൻ ഹിയർ. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഐയും ഹിയും ആരാണ്? അപ്പൊ നമുക്കറിയാം ഈ ഒരു പാഠം സുധാമൂർത്തിയുടെ ഹൊറിഗല്ലു എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഐ എന്ന് പറയുന്നത് സുധാമൂർത്തിയും ഹി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറുമാണ്. രണ്ടാമത്തെ ചോദ്യം വാട്ട് വാസ് ദെയർ കോൺവെർസേഷൻ അബൌട്ട്. അവർ എന്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് എന്നാണ്. അവർ സംസാരിച്ചിരുന്നത് എന്തിനെ കുറിച്ചാ? ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ്, അല്ലെ? ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചോ അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു. അടുത്തൊരു ചോദ്യം ആൻഡ് some are loaves, some are nearly balls, we have to use spell to make them balls. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു കവിതയാണ്, കവിതയിലെ വരിയാണ്. അപ്പൊ ഏത് കവിതയിലെ വരിയാണ്? സമാർ ലോസ്, അല്ലെ? ചില കല്ലുകള് റൊട്ടി കഷ്ണങ്ങളെ പോലെ ചതുരത്തിലും ചിലത് പന്തുകൾ പോലെ ഉരുണ്ടിട്ടുമായിരുന്നു എന്നാണ്. ഞാൻ അവയെ ബാലൻസ് ചെയ്യാൻ ഒരു സ്പെല്ല്, മാജിക്കൽ സ്പെല്ല്, ഒരു മന്ത്രം ചൊല്ലിയിരുന്നു എന്നാണ്. തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയറ്റ്. പോയം ഏതാണ്, പോയറ്റ് ഏതാണ്? നമുക്കറിയാം ഇത് മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയമാണ്, പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നെയിം ദ ഫിഗർ സ്പീച്ച് യൂസ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. ഈ ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ സ്പീച്ച് ഏതാണ്? അപ്പൊ നമുക്ക് ആ സ്റ്റോണിനെ അവിടെ കമ്പയർ ചെയ്ത് കാണാം. ലോസും ആൻഡ് ബാൾസും ആയിട്ടാണ്, ബോളുകളായിട്ടും റൊട്ടി കഷ്ണങ്ങളുമായിട്ടാണ് അവിടെ കമ്പയർ ചെയ്ത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മെറ്റഫർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെറ്റഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിയില്ല. ഐ ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി. എനിക്ക് ഹിന്ദിയിൽ ഒരു വാക്ക് പോലും അറിയില്ല. ബട്ട് ഷീ സ്മൈൽഡ് ആൻഡ് ലോഫ്ഡ് ആൻഡ് ചാറ്റഡ് എ ലോട്ട്. എന്നാൽ അവൾ എന്നോട് ഒരുപാട് പുഞ്ചിരിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഐ ഫെൽറ്റ് ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹർ. അവളോട് നല്ലൊരു അടുപ്പം എനിക്ക് തോന്നി എന്നാണ്. ഹു ഡോണ്ട് സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അറിയാത്ത ആ പെൺകുട്ടി ആരാണ്? നമുക്കറിയാം ഇത് ഷഹീൻ മിസ്രിയുടെ ദീദി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അവിടെ ആ സ്ലമ്മിൽ കണ്ട പെൺകുട്ടിയാണ്, സന്ധ്യ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 6ാമത്തെ ചോദ്യം ഐ ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി, ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇടയില് ഗ്രാമർ ചോദ്യങ്ങളും കടന്നു വരാം. അപ്പൊ ഐ ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി, എനിക്ക് ഹിന്ദിയിൽ ഒരു വാക്ക് പോലും അറിയില്ല എന്ന ഈ സെന്റൻസിനെ പാസീവ് വോയിസ് ആക്കണം. അപ്പൊ ഇതിലെ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരിക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ വേർഡ് ഓഫ് ഹിന്ദി എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഐ ഡിഡ് നോട്ട്, ഐ എന്നുള്ള സബ്ജക്ട്, ഡിഡ് നോട്ട് സ്പീക്ക് എന്നുള്ള വെർബ്,
എ വേർഡ് ഓഫ് ഹിന്ദി എന്നുള്ള ഒബ്ജക്റ്റ്. അപ്പൊ എ വേർഡ് ഓഫ് ഹിന്ദിയെ നമ്മൾ ആദ്യം സബ്ജക്റ്റ് ആയി കൊണ്ടുവന്നു. അതിനുശേഷം ഈ സെന്റൻസിന്റെ ടെൻസ് എന്താന്ന് നോക്കാം. നമുക്കറിയാം ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതേ ടെൻസിനെ ഇവിടെ നിർത്തുക. എ വേർഡ് ഓഫ് ഹിന്ദി സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് എന്ന് കൊടുത്തു, നെഗറ്റീവ് ആക്കി. എ വേർഡ് ഓഫ് ഹിന്ദി വാസ് നോട്ട്. സ്പീക്കിന്റെ മെയിൻ വെർബ് അതാണ് സ്പീക്ക്. അപ്പൊ മെയിൻ വെർബിനെ V3 മാറ്റാം. സ്പീക്ക് എന്നുള്ളതിനെ സ്പോക്കൺ എന്നാക്കി. അപ്പൊ എന്തായി? എ വേർഡ് ഓഫ് ഹിന്ദി വാസ് നോട്ട് സ്പോക്കൺ ബൈ മീ. ഐ എന്നുള്ളത് മീ, എന്നാൽ എന്നായി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇറ്റ് ഈസ് 30 years സിൻസ് സ്റ്റാർട്ടഡ് ദിസ് വർക്ക്. ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അൺഡേറ്റഡ്. ഇറ്റ് ഈസ് 30 years സിൻസ് വി സ്റ്റാർട്ടഡ് ദിസ് വർക്ക്. ഈ ജോലി ആരംഭിച്ചിട്ട് 30 വർഷത്തോളം കഴിഞ്ഞു. എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഡിവാസ്റ്റേഷൻ ഓഫ് എൻവയോൺമെന്റ്, പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തി, അത് സമൂഹത്തിൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയെ കുറിച്ച് പറയുന്ന ഒരേ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുള്ളൂ, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വാങ്കരെ മാധായ്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പോ 7th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്പീക്കർ. സ്പീക്കർ ആരാണ്? വാങ്കാരെ മാതായ് ആണ്. പിക്ക് ഔട്ട് ദ വേർഡ് മീൻസ് വിത്തൗട്ട് എനി റിഡക്ഷൻ ടു ഇന്റൻസിറ്റി ഓഫ് ദ സ്ട്രെങ്ത്. അപ്പൊ സ്ട്രെങ്ത്തിൽ, കരുത്തിൽ ഒരു തീവ്രതയും ഒരു തരത്തിലും കുറയാത്ത പ്രവൃത്തി, അതിതീവ്രമായ പ്രവൃത്തി എന്ന് സൂചിപ്പിക്കുന്ന വാക്കേത്? ഒറ്റ വാക്കേത്? അത് നമുക്കറിയാം. ഇതിലേതാണ്? സൊസൈറ്റി കണ്ടിന്യൂഡ് അൺഅബേറ്റഡ് എന്നുള്ളതാണ്. സൊസൈറ്റി നാശത്തിന്റെ പ്രവൃത്തി ഒരിക്കലും നിർത്താതെ തീവ്രമായി തുടർന്നു എന്ന്. അടുത്ത ചോദ്യം, ഇൻസ്റ്റന്റ്ലി ഇറ്റ് ഫ്ലെയർ അപ്പ് ആൻഡ് ദ വെരി ഫൈൻ ആംഗിൾ ഓഫ് വെൽത്തി വൈഫ് സാരി. ഈ വൈഫ് സാരി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭാര്യയുടെ സാരി, അതുപോലെ ഫ്ലെയർ കത്തി പിടിക്കുക, ഫയർ എന്നൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇത് മാച്ച് ബോക്സ് ആണ്, നോമിതയാണ് എന്നുള്ളതൊക്കെ അല്ലെ. അപ്പോ ഇവിടെ ചോദ്യം 9, ഹിയർ ഈസ് വെൽത്തി വൈഫ് ഈസ് റെഫേർഡ്. ഇവിടുത്തെ വെൽത്തി വൈഫ് ആരാണ്? നമുക്കറിയാം നോമിതയാണ് അല്ലെ. അടുത്ത ചോദ്യം, യെസ് ഐ ഗസ് ഓണ്ടർപ്രണർഷിപ്പ് ഇൻ ഈസ് മൈ ബ്ലഡ്. ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് ആകെ ഒരു ചാപ്റ്റർ ഉള്ളൂ, ഇർഫാൻ ആലത്തിന്റെ 3 Wheel Revolution. ഐ ഹാഡ് ഇൻട്രസ്റ്റഡ് ബിസിനസ് വെരി ഏർലി ഏജ്. വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ 10ാമത്തെ ചോദ്യം, ഹു ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്. ആർക്കായിരുന്നു വളരെ ചെറിയ പ്രായത്തിലെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്? ആരാണ്? ഇർഫാൻ ആലമാണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. 11ാമത്തെ ചോദ്യം, സിറ്റ് ആൻ എക്സാമ്പിൾ പ്രൂവ് ദ ഓണ്ടർപ്രണർഷിപ്പ് ഇൻ മൈ ബ്ലഡ്. എന്റെ ബ്ലഡിൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അല്ലെ. അതിനൊരു എക്സാമ്പിള് കണ്ടുപിടിച്ചെഴുതാമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓണ്ടർപ്രണർഷിപ്പ് എന്റെ ബ്ലഡിലുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഇർഫാൻ ഹെൽപ്ഡ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫ്രണ്ട് റിക്കവർ ദർ ലോസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇർഫാൻ ആലം തന്റെ ഫാദറിന്റെയും ഫ്രണ്ട്സിന്റെയും സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടം അല്ലെ, അത് ഇല്ലാതാക്കുകയും അവർക്ക് ആ നഷ്ടം നികത്താൻ റിക്കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്നാണ്. അടുത്തത്, ദ 3 will help us get there. ആ 3 L's നമ്മളെ അവിടെ എത്താൻ സഹായിക്കും. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഐഡന്റിഫൈ ദ സ്പീക്കർ. ഈ 3 L'സിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? 3 L's ഓഫ് എംപവർമെന്റ് നമുക്കറിയാം ആരാണ്? ക്രിസ്റ്റീനെ ലഗാർഡ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള. 13th, വാട്ട് ആർ ദ 3 L's? ആ 3 L's ഏതൊക്കെയാണ്? നമുക്കറിയാം ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ആണ്. 14, give an alternative title story, crime and punishment. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇംഗ്ലീഷിൽ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. R.K. നാരായണൻ എഴുതിയതാണ് കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ചെറുകഥ. അതിന് മറ്റൊരു തലക്കെട്ട് നിർദ്ദേശിക്കാമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ 2 ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടി കിഡ് അല്ലെ, കുസൃതി കുട്ടി എന്നോ, ഇനി അതുപോലെ കൺട്രോളിംഗ് പണിഷ്ഡ് അല്ലെ, ആ പണിഷ്മെന്റിന്റെ ഒരു ദുരന്തം എന്താണ് എന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെഷൻ ഓഫ് റോഡ് ദാറ്റ് ബീയിങ് വർക്ക്ഡ് ഓൺ എന്ന. നിങ്ങളുടെ വായ ഒരു റോഡ് പോലെയാണെന്നും ആ റോട്ടിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ് നടക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു എന്നും പറയുന്നത് ഏറ്റവും ലാസ്റ്റ് യൂണിറ്റിലെ പോയമിലെ ഒരു ഭാഗമാണ്. ദിസ് ഈസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന ഓഗ്ദൻ നാഷിന്റെ പോയമാണ്. നെയിം ദ പോയം ആൻഡ് ദ പോയിറ്റ്. Going to heart just a little bit by Ogden Nash. Identify 2 figures of speech എന്ന്. ഇതിൽ 2 ഫിഗർ ഓഫ് സ്പീച്ചുകൾ കണ്ടെത്താനാണ്. അപ്പൊ ലൈക്ക് ആസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സിമിലി ആണ് എന്നുള്ളത്. അതുപോലെ ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്? എക്സാജുറേഷൻ. ഇപ്പൊ 2 പോയിന്റ് ഡിവൈസ് ആണ് ഉള്ളത്, സിമിലിയും എക്സാജുറേഷനും.
Next, above us a ship of skies rose northward, drawing my brother's loud cries. ഇത് നമ്മുടെ തൊട്ടടുത്ത് കഴിഞ്ഞ വർഷം ചോദിച്ച പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഷിപ്പ് ഓഫ് സ്കൈ പറന്നു പോവുകയും എന്റെ ബ്രദറിന്റെ ലൗഡ് ക്രൈസ് അതിൽ മുങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളത്. ദ റൈസ് എന്ന് പറയുന്ന പോയമാണ് ഇത്. ചെമ്മനൻ ചാക്കോ എഴുതിയതാണ്. ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ മെറ്റഫർ ഓഫ് ദ ഫസ്റ്റ് ലൈൻ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാം ഇതിൽ സുഖമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനാണ്. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ഓഫ് മെറ്റഫർ എന്നുള്ളതാണ്. ആലങ്കാരിക പദം ഏതാണ് മെറ്റഫർ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഷിപ്പ് ഓഫ് സ്കൈ. ഷിപ്പ് ഓഫ് സ്കൈ എന്ന് പറയുന്ന എയറോപ്ലെയിനെയാണ്. അപ്പൊ മെറ്റഫർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഷിപ്പ് ഓഫ് സ്കൈ ആണ്. നെക്സ്റ്റ് ലൈന്, ദൗ ഹൂ വുമൻ ലെയ്ഡ് എ മാഞ്ചർ. നിങ്ങൾ സ്ത്രീയെ ഒരു മാഞ്ചറിലല്ലേ കിടത്തിയിരിക്കുന്നത്, പുൽത്തൊഴുത്തിലല്ലേ. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അല്ലെ, എന്റെ മക്കൾ വലുതാവുന്നത് വരെ എന്നെ മരിക്കാൻ ഇടയാക്കല്ലേ എന്ന് പറയുന്ന കവിത നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കവിത എനി വുമൺ എന്ന് പറയുന്ന പോയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ചോദ്യം എന്താണെന്ന് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ദൗ മീൻസ്? ഇവിടെ ദൗ എന്ന് സൂചിപ്പിച്ചത് ആരെയാണ്? ദൗ എന്ന് സൂചിപ്പിക്കുന്നത് ഗോഡിനെയാണ്, ജീസസ് ക്രൈസ്റ്റിനെയാണ്. 19, റൈറ്റ് എ സെന്റൻസ് കമന്റ് ഓൺ ദ ലാസ്റ്റ് ലൈൻ. അവസാനത്തെ വരിയെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാമോ? ഏത്? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അപ്പൊ ഈ കമന്റ് ആരുടെയാണ്? ഒരു മദറിന്റെ റിക്വസ്റ്റ് ആണ്. ആരോടുള്ള? ടു ഗോഡ്. ഞാൻ ഈ പോയം പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ പോം എന്താണ്? ഒരു പ്രെയർ ആണ്. ആരുടെ? മദർഹുഡിന്റെ, മദറിന്റെ ഗോഡോടുള്ള ഒരു പ്രെയർ ആണ്. അപ്പൊ ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ഫോർ മദർ ടു ഗോഡ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. ലെറ്റർ, വാട്ട് ലെറ്റർ? ഓ യെസ് യെസ്, ലെറ്ററോ? ഏത് ലെറ്റർ? ഓ മനസ്സിലായി. ഐ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. അല്ലെ, നിന്റെ അമ്മയിൽ നിന്നൊരു കത്ത് വന്നിരുന്നു. കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് മാച്ച് ബോക്സിൽ നിന്നാണ്. അജിത്ത് പറയുന്നതാണ് നോമിതയോട്. അപ്പോ ചോദ്യം, ഹൂ സെഡ് ദീസ് വേർഡ്സ്? ഈ വാക്കുകൾ ആരുടെയാണ്? അജിത്ത് ടു നോമിത. റൈറ്റ് ആൻ സെന്റൻസ് അബൌട്ട് ദ ട്രേറ്റ് ഓഫ് സ്പീക്കർ. ഈ പറയുന്ന സ്പീക്കറുടെ, അജിത്തിന്റെ ഒരു ക്യാരക്ടർ ട്രേറ്റ് ഒരു സെന്റൻസിൽ എഴുതാനാ പറയുന്നത്. അജിത്ത് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? അപ്പോ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അജിത്ത് ഇൻസൾട്ട് ആൻഡ് ക്വസ്റ്റനിങ് ഹർ ഐഡന്റിറ്റി. അല്ലെ, അജിത്ത് അവളെ അപമാനിക്കുകയും അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പാട്രിയാർക്കൽ മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അജിത്ത്. നെക്സ്റ്റ്, ഗോഡ് നോസ് ഐ നെവർ തോട്ട് ദിസ് ഡേ വുഡ് കം. ദൈവത്തിനറിയാം ഈ ഒരു ദിവസം ഒരിക്കലും വരില്ല എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് ഐ നോ നോ മാറ്റർ ഹൗ യു ട്രൈ ടു എക്സ്ക്യൂസ്. എന്നാൽ നിങ്ങളൊക്കെ എന്തിനാണ് എക്സ്ക്യൂസ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദ മണി ഐ ഡു ഡിസോണറബിൾ തിങ്. ഞാൻ ഈ പണം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും ഡിസോണറബിൾ ആയിട്ടുള്ള തിങ് ആണ്. ആൻഡ് യു all of you come admit. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ പണം വാങ്ങുക ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ചാപ്റ്റർ അവർ ഓഫ് ട്രൂത്ത് ആണ്. അതിലാണ് പണം വാങ്ങുന്നതും കൊടുക്കുന്നതും പണം തട്ടിപ്പൊക്കെ പറയുന്നത്. അല്ലെ, ഹു ഈസ് ദ സ്പീക്കർ? ആരാണ് ഈ പറയുന്നത്? റോബർട്ട് ബാൾവിൻ ആണ് ഇതിന്റെ സ്പീക്കർ. നെക്സ്റ്റ്, ഹു ആർ ദി യു ആൻഡ് യു ആൻഡ് യു? ഇവിടെ ഉപയോഗിച്ച 3 യു ആരാണ് എന്നാണ്. മാർത്തയാണ്, ജോൺ ആണ്, ഈവി ആണ്. അല്ലെ, ബാൽവിന്റെ ഭാര്യയായിട്ടുള്ള മാർത്തയും മക്കളായിട്ടുള്ള ജോണും ഈവിയുമാണ്. റൈറ്റ് എ സെന്റൻസ് ഓഫ് ദിസ് മണി. ഈ പണം സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ പണം ഏതാണ്? ദ $100,000. അല്ലെ, ഈ $100,000 ഓഫേർഡ് ആസ് എ ബ്രൈബ്. അല്ലെ, ഒരു ബ്രൈബായിട്ട്, കൈക്കൂലിയായിട്ട് ഓഫർ ചെയ്തിട്ടുള്ള $100,000 ആണ്. ആരാ കൈക്കൂലി തന്നത്? ഗ്രേഷമാണ്. നെക്സ്റ്റ്, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം സ്റ്റാമർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഫോളോ. താഴെ സ്റ്റാമർ എന്നുള്ള കവിതയിൽ നിന്നുള്ള വരികൾ വന്നിട്ടുണ്ട്, ആൻസർ ചെയ്യാനാ. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾ ബിറ്റ്വീൻ വേർഡ് ആൻഡ് മീനിങ് ജസ്റ്റ് ആസ് ദ ലെയിംനെസ് സൈലൻസ് ദാറ്റ് ഫാൾ ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഡീഡ്. സ്റ്റാമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശബ്ദതയാണ്. വാക്കിനും അർത്ഥത്തിനും ഇടയിലെ നിശബ്ദതയാണ്. മുടന്തുള്ളതുപോലെ വാക്കിനും പ്രവൃത്തിക്കുമുള്ള ഇടയിലുള്ള നിശബ്ദതയാണെന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് കോമൺ സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് വളരെ കൂടുതൽ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാമറും ലെയിംനെസ്സും, മുടന്തും വിക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? സിമിലാരിറ്റി എന്താ? നമുക്കറിയാതെ എന്താണ്? സൈലൻസ് ആണ്, നിശബ്ദതയാണ്. 26, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? മെറ്റഫർ ആണ്. കാരണം സ്റ്റാമറിനെ ലെയിംനെസ്സുമായിട്ട് കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, റീഡ് ദ എക്സെർട്ട് ഫ്രം ദ ദീദി. ദീദി എന്നുള്ള ചാപ്റ്ററിന് ഒരു ഭാഗം തന്നിട്ടുണ്ട്, വായിക്ക് ആൻസർ ചെയ്യുക എന്നാണ്. ഐ ന്യൂ ദെൻ ദീസ് കുഡ് ബി മൈ കൺട്രി വട്ട് എവർ ഐ ഡിഡ് ഹിയർ വുഡ് മേക്ക് മോർ മീനിങ് ഫുൾ. അല്ലെ, എനിക്കറിയാം ഇത് എന്റെ രാജ്യമാണ്, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അത് കൂടുതൽ എന്തായിരിക്കും? മീനിങ് ഫുൾ ആയി മാറുമെന്നും എനിക്കറിയാം. അത് മാത്രമല്ല
the Manicode reality, it is more different than the Manicode reality university life of states. അമേരിക്കയിലെ ആ പോളിഷ്ഡ് ലൈഫിനേക്കാൾ യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടാവും. ഹിയർ ഇസ് ദ കൺട്രി എഫേർഡ്. ഇവിടെ ഉപയോഗിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. വിച്ച് വേർഡ് ദ ഓപ്ഷൻ ഗിവൻ ബെസ്റ്റ് റീപ്ലേസ് മാനിക്വേർഡ് റിയാലിറ്റി. മാനിക്വേർഡ് എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? പോളിഷ്ഡ് എന്നാണ്. അടുത്ത ചോദ്യം, ഐ ആം ലീവിങ് ദ പോസ്റ്റ് ഓഫീസ് ഫോർ എവർ. ഈ പോസ്റ്റ് ഓഫീസ് എന്നേക്കുമായി വിടുകയാണ്. പോസ്റ്റ് ഓഫീസ് എന്ന് കണ്ട ഒരൊറ്റ നാടകമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഏതാണ് പോസ്റ്റ് ഓഫീസുമായി സൂചിപ്പിക്കുന്ന നാടകം? പോസ്റ്റ് എയർലി ക്രിസ്മസ് എന്നുള്ള ആ ഒരു പാഠമാണ് നമുക്ക് പോസ്റ്റ് ഓഫീസുമായി ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ പോസ്റ്റ് ഓഫീസ് വിടാൻ പോവാണ് എന്നാ പറഞ്ഞ്. ഐ ആം ഗോയിങ് ടു ഡൗൺ ദ റോഡ് വർക്ക് ഇൻ അനിമൽ ഡിസ്പെൻസറി. ഞാൻ ഇനി അനിമൽ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യാൻ പോവാ. അപ്പോ ചോദ്യം, വൈ ഡസ് ദ അസിസ്റ്റന്റ് ലീവ് ദ പോസ്റ്റ് ഓഫീസ്? എന്തുകൊണ്ടാണ് അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസ് ഉപേക്ഷിക്കാൻ കാരണം? റൈറ്റ് ആൻ ആൻസർ ഓൺ ദ സെന്റൻസ് എന്നാണ്. എന്തുകൊണ്ടാ? അസിസ്റ്റന്റ് ഷെയിംഫുൾ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ബോംബ് കേസ്. അല്ലെ? ആ ബോംബ് കേസ് ആകെപ്പാളിയില്ലേ? ബോംബാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ക്ലോക്ക് പൊട്ടിച്ചില്ലേ? ഇല്ലേ? വെള്ളത്തിൽ മുക്കി കളഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട്. ഇനി 30, വാട്ട് ഈസ് ദ സ്റ്റാമർ അക്കോർഡിംഗ് ടു സച്ചിദാനന്ദ്? സച്ചിദാനന്ദ കോൺസെപ്റ്റിൽ എന്താ സ്റ്റാമർ? ആ പോം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സ്റ്റാമർ എന്താണ്? സ്റ്റാമർ ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സച്ചിദാനന്ദം പറയുന്നുണ്ട് സ്റ്റാമർ ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ. തീരുമാനം ഇനി എന്താണെന്നുള്ളത് ഒരു കാര്യമല്ല. ദേ ന്യൂ ദേ വുഡ് ആൾ ബി ചാമ്പ്യൻസ്. അവർക്കറിയാം അവർ ചാമ്പ്യന്മാരാണ്. ചാമ്പ്യൻ എന്ന പദം വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ അമിഗോ ബ്രദേഴ്സ് ആണ്, അന്റോണിയോ ഫെലിക്സും ആണ്. ഹു ആർ ദ ചാമ്പ്യൻസ്? ആരൊക്കെയാണ് ചാമ്പ്യൻസ്? അന്റോണിയോ ആൻഡ് ഫെലിക്സ്, അല്ലെ? അടുത്തത്, ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്, സിമ്പിൾസ് അറേഞ്ച്മെന്റ് ക്യാൻ ബി ഫൗണ്ട് ഓൾ വില്ലേജ് ഓവർ ദ കൺട്രി. രാജ്യത്തെ എല്ലാ വില്ലേജിലും ഇത്തരത്തിലുള്ള സിമ്പിൾ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. വില്ലേജിനെ കുറിച്ച് പറഞ്ഞത് ഏതാണ്? ഒറീഗല്ലൂല് മാത്രമാണ് വില്ലേജിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? അപ്പൊ 32, പിക്ക് ഔട്ട് ദ 2 adjectives ഓഫ് ദ സെന്റൻസ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന സെന്റൻസിലെ 2 അഡ്ജക്റ്റീവുകൾ എടുക്കുക എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ 32 ഏതാണ്? സിമിലർ ആൻഡ് സിമ്പിൾ ആണ് അഡ്ജക്റ്റീവ് നാമവിശേഷണങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 33 പറയുന്നത് സെലക്ട് ദ കറക്റ്റ് വൺ. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് വൺ തെരഞ്ഞെടുക്കുക. ഇത് അവിടെ അഡ്ജക്റ്റീവ്സ് തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ പിറകിലുള്ള അതേ ഗ്രാമർ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാറുള്ളൂ, അതേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ സിമിലി ഏതൊക്കെയാണ് നോക്കാം. ഡിയർ ലുക്ക്, വി കാണ്ട് ഡ്രൈവ് ഫാസ്റ്റ് ബിക്കോസ് ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ മുന്നിലെ വാഹനം എന്തിനെ പോലെയാണ്? സ്ലോ ആസ് എ സ്നെയിൽ, അല്ലെ? ഒരു ഒച്ചിനെ പോലെ പതുക്കെയാണ് പോകുന്നത്. ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ് നമ്മൾ. 34 ആൻഡ് 35, 35ഉം 34 എന്താണെന്ന് നോക്കാം. In 2006, Indian TV show Business Basikari launched Entrepreneur Hunt. Entrepreneur എന്ന് കണ്ടാൽ നമുക്കറിയാം ഇർഫാൻ ആലത്തിന്റെ 3 Wheel Revolution ആണ്. 2006 ഒരു ഇന്ത്യൻ TV ഷോ ബിസിനസ് ബസീകർ എന്ന് പറയുന്ന ഒരു TV ഷോയില് ഓണ്ടർപ്രണർഷിപ്പിന് ഞാൻ ജോയിൻ ചെയ്തു എന്നാ പറഞ്ഞു, അല്ലെ? അപ്പൊ അത് ഏതാണ് ആ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് വരുന്ന പ്രോഗ്രാം എന്നാണ്. അതുപോലെ അറ്റ് ലാസ്റ്റ് ദ ട്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് വാസ് ലിഫ്റ്റഡ് അമിഗോ ബ്രദേഴ്സ്. അവസാനം അമിഗോ ബ്രദേഴ്സ് ട്രോഫി ഓഫ് ലിഫ്റ്റ് എന്ത് ചെയ്തു? പൊങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 2006 ഓണ്ടർപ്രണർഷിപ്പ് ഹണ്ട് എന്ന് പറയുന്നത് ബിസിനസ് വസീകർ എന്ന് പറയുന്ന ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ചാപ്റ്റർ നമുക്കറിയാം ഏതായിരുന്നു? 3 Wheel Revolution, അല്ലെ? അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അന്റോണിയോയും ഫെലിക്സും ആണ് എന്ത് ചെയ്യുന്നത്? ആ ഫ്രണ്ട്ഷിപ്പിന്റെ ട്രോഫി ഉയർത്തുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതുവരെ വന്നിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായി നമ്മൾ പരിഗണിക്കുന്ന ആ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയും ഭാഗം ചാപ്റ്റർ നല്ല തറവായിട്ട് വായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കാണുന്നവരെ ഗുഡ് ബൈ.